പക്ഷേ ഇത്രയും സമയമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന വസ്തുത. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയതോടൊപ്പം തന്നെയാണ് എയർപോർട്ടിൽ നിന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഫയർ എഞ്ചിൻ കൂടി, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഫയർ എഞ്ചിൻ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി ആധുനിക സംവിധാനങ്ങളുള്ളതാണെങ്കിൽ കൃത്യമായി ഡയറക്ഷനിലേക്ക് ഒരേ സമയം തന്നെ വ്യത്യസ്ത ആംഗിളുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമുള്ള ഫയർ എഞ്ചിനാണ്. മറ്റത് ആളുകൾ പിടിച്ച്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൈകൊണ്ട് പിടിച്ച് പമ്പ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി തന്നെ ആ നിലയ്ക്ക് സാങ്കേതിക വിദ്യയുള്ള ഫയർ എഞ്ചിനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിനുകൾ എത്തിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തി, സംഭവ സ്ഥലത്തേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നേരിട്ടെത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലാണ് ഇപ്പോൾ തീ അണക്കൽ ദൌത്യം പുരോഗമിക്കുന്നത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു വാട്ടർ ടാങ്കർ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇവിടെ തീ അണക്കുന്ന ഫയർ എഞ്ചിനുകൾ ഈ വെള്ളം തീർന്നാൽ പിന്നീട് പുറത്തു പോയി, അല്ലെങ്കിൽ ഈ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് പോയി വെള്ളം ശേഖരിച്ച് വേണം വീണ്ടും ഇവിടേക്ക് എത്താൻ. ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇവിടെയുള്ള വാഹനത്തിലേക്ക് തുടർച്ചയായി ഈ തീ അണക്കാൻ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്ന വിധം പുറത്തുനിന്ന് വാട്ടർ ടാങ്കറുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫയർ എഞ്ചിനിലേക്ക് ഇതിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് തീ അണയ്ക്കുന്ന സമയത്ത്, വെള്ളമടിക്കുന്ന സമയത്ത് അണയുന്ന തീ, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാകുന്ന തീ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കത്തുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന്, ഒരു ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റിൽ നിന്ന് വെള്ളമടിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി അതിലെ വെള്ളം തീർന്ന് ആ വാഹനം പുറത്തുപോയി വെള്ളം നിറച്ച് തിരികെ വരുന്ന സമയം കൊണ്ട് വീണ്ടും അതേ സ്ഥലത്ത്, നേരത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് കരുതുന്ന അതേ സ്ഥലത്ത് വീണ്ടും തീ കത്തിപ്പടരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ടാങ്കർ ലോറി ഇവിടേക്ക് എത്തിച്ച് ഇതിൽ നിന്ന് ഡയറക്റ്റ്, നേരിട്ട് ഫയർ എഞ്ചിനിലേക്ക് വെള്ളം നിറയ്ക്കാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്യാനോ കഴിയുന്ന സ്ഥിതി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണെങ്കിൽ അത്തരം വെല്ലുവിളികൾക്കിടെയാണ് തീ തന്നെ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ഈ റെസ്ക്യൂ ഓപ്പറേഷന് ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും നേതൃത്വം നൽകുന്നത്. ഈ വലിയ രീതിയിലുള്ള തീപിടുത്തം ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത് ഒരു സൈഡിൽ നിന്ന് ഷബീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ അണച്ചു കഴിഞ്ഞാൽ ആ തീ വെള്ളം അത് പമ്പ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും എതിർവശത്ത് വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് അതിൽ നിന്നൂടെ നമുക്ക് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് പോലീസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഹോൾസെയിൽ സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായിരുന്നത്. അടുത്തടുത്തെല്ലാം തന്നെയും കടയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു 2 നില ബിൽഡിംഗ് ആണ്. അതിന് ഓപ്പോസിറ്റ് ഉള്ളത് കുറച്ചും കൂടെ നിലകളുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്ക് അടക്കം തീ പടർന്ന് പിടിക്കാനുള്ള സാധ്യതകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഫയർഫോഴ്സിൻ്റെ അസീമിതമായ പരിശ്രമം കൊണ്ട് തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അത്യാധുനിക രീതിയിലുള്ള ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്തി വിവിധ തരത്തിലേക്ക് ഡയറക്ഷൻ മൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, വെള്ളം മൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക യൂണിറ്റ് അടക്കം അവിടെ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. ജില്ലാ കളക്ടർ പറഞ്ഞത് ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളോടും ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഫയർഫോഴ്സും യൂണിറ്റ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. 2 മണിക്കൂർ പിന്നിട്ടു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ തീപിടുത്തമുണ്ടായിട്ട് 2 മണിക്കൂർ പിന്നിട്ടു എന്നുള്ള ഏറ്റവും ഒരു വിവരവുമുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളിൽ നിന്ന് വെള്ളം തീരുമ്പോൾ റീഫില്ല് ചെയ്യാൻ വേണ്ടി പുറത്തു നിന്നും മറ്റ് വാട്ടർ ടാങ്കുകൾ ഉള്ള വാഹനങ്ങളെയാണ് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് റീഫില്ല് ചെയ്യാൻ വേണ്ടി, വെള്ളം റീഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള